ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല മക്കളെയും കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഡെറിവേഷൻ ആണ് ഹാഫ് LI² ആണ്. ആ ഡെറിവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ എന്താണ് ഒരു സോളിനോട്, ആ സോളിനോട് എന്ന് വെച്ചാൽ ഇൻഡക്ടർ തന്നെയാണ് അല്ലേ. ആ സോളിനോഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എന്താണ് ബി, എ ആൻഡ് എൽ, ഈ മൂന്നിന്റെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹാഫ് LI². എന്തില്ല, ബിയും ഇല്ല, എയും ഇല്ല, എല്ലും ഇല്ല. പല കുട്ടികളും പറയുന്നത് ഇത് വേറെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ ഒരിടത്തുണ്ട്. നമുക്കറിയാവുന്ന ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു സംഗതിയിൽ ഇതേ ക്വസ്റ്റ്യൻ ഒരു മാറ്റവും ഇല്ലാതെ ഉണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ട്. ഈ പിക്ചർ കാണുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 6.9 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ സോളിനോയിഡ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി, ഏരിയ എ, ലെങ്ത് L ഓഫ് ദി സോളിനോയിഡ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ എൻഡ് ഗെയിമിലെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി കാണും ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ആ ഡെറിവേഷൻ വേണമെങ്കിൽ ചെയ്തു വരാം. ഹാഫ് LI² വരെ നമുക്ക് അവിടെ കിട്ടി. നമുക്ക് ഇത്രയും അറിയാം. U = എന്താ മക്കളെ, U = 1/2 LI² ആണ്. ഇവിടം വരെ പല കുട്ടികൾക്ക് കിട്ടി, ബാക്കിയാണ് ചെയ്യാൻ അറിയാത്തത്. എടാ കോമൺ സെൻസ് ഉപയോഗിക്കുക. ഏരിയയുടെയും ബിയുടെയും എല്ലിൻ്റെയും ടൈമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ലെങ്തും ഏരിയയും ഒക്കെ ഈ ഇക്വേഷനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ആരെ മാറ്റിയാൽ മതി, എല്ലിനെ മാറ്റിയാൽ മതി. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ L = മക്കളെ μ0 n² × A × L ആണ്. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അവിടെ നമുക്ക് എയും കിട്ടി, എല്ലും കിട്ടി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരണം. അപ്പോൾ ഉറപ്പാണ് ഐനെ മാറ്റിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഒരു സോളിനോഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം μ0 n × I ആണ് അല്ലേടാ മക്കളെ. ഇവിടെ നിന്നും I = നമുക്ക് പറയാം ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് μ0 n എന്ന് പറയാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, U = 1/2 × എല്ലിന് പകരം നിങ്ങൾ എഴുതുക μ0 n² AL ആണ്, ഇൻറ്റു ഐക്ക് പകരം എഴുതുക B / μ0 n the whole square എന്ന് എഴുതാം, = 1/2 μ0 n² AL ഇൻറ്റു B² / μ0² × n² എന്നാണ്. ഇവിടെ നമുക്ക് μ0 വെട്ടിക്കളയാം, n² വെട്ടിക്കളയാം. അവസാനം നമുക്ക് ഇടുന്ന ഇക്വേഷൻ മക്കളെ, U = നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു AL B² എന്താണ് μ0 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതായിരുന്നു അവിടുത്തെ ആൻസർ. നോക്കിയേടാ, ഏരിയ, ലെങ്ത്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. ആ എക്സാമ്പിൾ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ബി ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചില്ലായിരുന്നു, എന്നാൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദിസ് മാഗ്നറ്റിക് എനർജി കമ്പയർ വിത്ത് ദി ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഇൻ എ കപ്പാസിറ്റർ. നമുക്കറിയാം ഒരു കപ്പാസിറ്ററിനകത്ത് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. അത് നമ്മൾ കപ്പാസിറ്ററിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ε0 E² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ എന്താണ് എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം എനർജി പെർ യൂണിറ്റ് വോളിയം ആണല്ലേ. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വോളിയം ആണല്ലേ. ഇതേപോലെ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ നമ്മൾ ഇതേപോലെ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നു. എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. എനർജി പെർ യൂണിറ്റ് വോളിയം എനർജി എന്താണ്, ഹാഫ് ഇൻറ്റു A × L × B² / μ0 ആണ്. ഡിവൈഡ് ബൈ വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. നമുക്കിവിടെ വെട്ടിക്കളഞ്ഞാൽ ഏരിയയും ലെങ്തിനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു B² / എന്താണ് മക്കളെ μ0. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഇക്വേഷൻ. നിങ്ങൾ നോക്കിയേ, ഹാഫ് ഇൻറ്റു ε0 സ്ഥാനത്ത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ 1/ε0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് എവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മുടെ എപ്പോഴും നമ്മൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറ്റെവിടുന്നും ആയിരിക്കത്തില്ല, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നമ്മൾ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. വേറെ അല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ എന്ത് ചെയ്തില്ല കൊണ്ടിട്ട് നിങ്ങൾ കുഴപ്പിക്കത്തില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്ന ലൈവുകളിലൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും സൈലത്തിന് കൂടെ നിൽക്കുക. ഈ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാം. ബൈ ബൈ.